തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ അടിച്ചു കൊന്നു. മറ്റാരുമല്ല കൊലപ്പെടുത്തിയത്. പോത്തൻകോട് സ്വദേശിനി ഷഹീനയെ കൊലപ്പെടുത്തിയത് സഹോദരനാണ്. സഹോദരൻ ഷംസാദിനെയും സുഹൃത്ത് വിശാഖിനെയും മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു ആങ്ങളെയും പെങ്ങളും ഇവിടെ ഒരു റൂം എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. PMS കോളേജിൽ ട്രീറ്റ്മെൻറ്റ് വന്നാണെന്നാണ് അവർ പറഞ്ഞത്. അവർ ID പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അവർ ഈ സ്ത്രീ സുഖമില്ലാതെ താഴെ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആംബുലൻസ് വന്നു, പോലീസ് വന്നു. അന്നേരമാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ട്രീറ്റ്മെൻറ്റാണ്, നമുക്ക് സംശയിക്കാനൊന്നുമില്ല. ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കതിനകത്ത് സംശയിക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് ഇനി അന്വേഷണം ഇല്ല. അവർ വളരെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആങ്ങളെ ഇല്ല. പുള്ളി ആദ്യമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഈ ആശുപത്രി അടുത്താണല്ലോ, അവർക്ക് പോത്തൻകോട് വീട്ടിലുള്ള എന്തുകൊണ്ട് ഇവിടെ അടുത്ത് അവർ പറഞ്ഞു ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണ്, സർജറി ഉണ്ടെന്ന് പറഞ്ഞു. മാതാപിതാക്കൾ സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല, മാതാപിതാക്കളെ കണ്ടില്ല ഞാൻ. ഇവർ രണ്ടുപേരും ആങ്ങളെയും പെങ്ങളും വന്ന് റൂം എടുത്ത് താമസിക്കുന്നു. ID പ്രൂഫ് തന്നു. ഒരു ദിവസത്തേക്കാണ് എടുത്തത്. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അവർ 24th വരെ എക്സ്റ്റൻഷൻ പറഞ്ഞു, 24 വരെ. ആദ്യം ഒരു ദിവസമൊക്കെ എടുത്തത്. അവർക്ക് പിന്നെ വേറെ എങ്ങും സൗകര്യം കിട്ടുന്നില്ല, എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മൾ തരാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. 14-ാം തീയതി ഉച്ച കഴിഞ്ഞാൽ വന്നത്. 24th വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ ജീനാഥുണ്ട് നമുക്കിപ്പം വിവരങ്ങൾ നൽകാനായിട്ട്. രാഹുൽ, ഇപ്പോൾ അവിടെ അപ്പാർട്ട്മെന്റ് ഉടമയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു സഹോദരനും സഹോദരിയും വന്ന് റൂം എടുക്കുമ്പോൾ സ്വാഭാവികമായും കൊടുത്തു, മറ്റൊരു സംശയങ്ങളും തനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ മണിക്കൂറുകൾ സമയം മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് തന്റെ സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തിയത് എന്നതിന്റെ ചിത്രം വ്യക്തമാകുന്നുണ്ടോ? വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. കാരണം ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം കഴിഞ്ഞു. അപ്പോഴേക്കും ഈ മദ്യപിച്ചാണ് ഇവർ എത്തിയെന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് പേരൂർക്കട സർക്കാർ ആശുപത്രിയിലേക്ക് പ്രതികളെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത് തന്നെയാണ്. എങ്കിലും തർക്കമുണ്ടായിരുന്നു, സഹോദരനുമായി തർക്കമുണ്ടായെന്ന് ഈ കൊലപാതകത്തിന് മുൻപ് ഷഹീന മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മാതാപിതാക്കൾ അവിടേക്ക് എത്തുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഈ മുറി ബുക്ക് ചെയ്തുകൊണ്ട് ഈ ആശുപത്രിയിൽ പോകാനായി അവിടെ എത്തുന്നത്. എന്തായാലും പല ചോദ്യങ്ങൾ മുന്നോട്ട്. ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ തർക്കമുണ്ടായതെന്നുള്ളത് തന്നെയാണ്. അതിൽ കൂട്ടുകാരൻ, അതായത് ഈ പറയുന്ന ചെമ്പഴുതി സ്വദേശി വിശാഖിന് എന്തു പങ്കാണുള്ളത്, ഏത് ഘട്ടത്തിലാണ് ഈ മരണപ്പെട്ട സമയത്താണോ അതോ മരണമുണ്ടായ ശേഷമാണോ വിളിച്ചു വരുത്തി എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ഇതെല്ലാം ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ താൻ സഹോദരിയെ മർദ്ദിച്ചു എന്ന് പ്രതി പറയുന്നുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ബോധ്യത്തിലല്ല ആ ഘട്ടത്തിൽ പോലീസിനോട് ഈ കുറ്റസമ്മതം നടത്തിയത്. താൻ മർദ്ദിച്ചതാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു. കാരണം പോലീസ് തന്നെയാണ് മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്തത്. മാതാപിതാക്കളും ഉണ്ടായിരുന്നു. ആദ്യം മാതാപിതാക്കൾ ഈ സംഭവം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ അറിയിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലായിരുന്നു സഹോദരൻ ഷംസാദ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് ഈ കൊലപാതകത്തിൽ ഇത് തന്നെയാണ് നയിച്ചത്. കൊലപാതകത്തിൽ നയിക്കാൻ കാരണം, അതായത് കൊലപാതകത്തിലേക്ക് ഉള്ള പ്രധാനപ്പെട്ട കണ്ണിയായി കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. രാഹുൽ ജീനാഥാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷമായിരിക്കും വ്യക്തമാകുക.